ഓണം റിലീസായിട്ട് ആദ്യം തിയേറ്ററിൽ എത്തിയ സിനിമയാണ് വൈശാഖ് ഡയറക്റ്റ് ചെയ്ത ഖലീഫ. നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയാണ്. സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ സിനിമയിൽ ലാലേട്ടൻ ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട് എന്നുള്ള വാർത്തയൊക്കെ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തതാണ്. എന്നാൽ സിനിമ തിയേറ്റർ റിലീസ് ചെയ്തു. ആദ്യ ദിനം തന്നെ സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടതാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനൊത്ത് സിനിമ വന്നില്ല എന്ന് മാത്രമല്ല, സിനിമ ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമാണ് ഏറ്റുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ ദിന കളക്ഷൻ കേരളത്തിൽ മാത്രം ഈ സിനിമ നേടിയിരിക്കുന്നത് 5,35,00,000 രൂപയാണ്. വേൾഡ് വൈഡിൽ നിന്നും മൊത്തം ഈ സിനിമ നേടിയിരിക്കുന്നത് 13 കോടി രൂപയാണ്. രണ്ടാം ദിവസം ഈ സിനിമയുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശം കളക്ഷനാണ്. 2,30,00,000 രൂപയാണ് മൊത്തം കേരളത്തിൽ നിന്ന് മാത്രം ഈ സിനിമ നേടിയിരിക്കുന്നത്. ആഗോളതലത്തിൽ 9 കോടിയോളം രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത്. 3 ദിവസം കൊണ്ട് സിനിമ ഏതാണ്ട് ഒരു 25 കോടിക്കടുത്താണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത്. ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത് നിവിൻ പോളി മമിത കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ബത്ലഹേം കുടുംബ യൂണിറ്റ് 21-ാം തീയതിയാണ് സിനിമ റിലീസിനായിട്ട് എത്തിയത്. സിനിമയ്ക്ക് ആദ്യ ദിനം നേടിയിരിക്കുന്നത് 4,70,00,000 രൂപയാണ്. ആഗോളതലത്തിൽ സിനിമ നേടിയിരിക്കുന്നത് 15,70,00,000 രൂപ. രണ്ടാം ദിവസമായിട്ടുള്ള ശനിയാഴ്ച ഈ സിനിമയ്ക്ക് ഗംഭീര കളക്ഷനാണ് കിട്ടിയിരിക്കുന്നത്. 7,15,00,000 രൂപയാണ് കേരളത്തിൽ നിന്നും മാത്രം ഈ സിനിമ നേടിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും മൊത്തം ഈ സിനിമ 12 കോടി രൂപ നേടിയിട്ടുണ്ട്. വേൾഡ് വൈഡിൽ നിന്നും 37 കോടിയാണ് രണ്ടാമത്തെ ദിവസം ഈ സിനിമ നേടിയിരിക്കുന്നത്. ഏതാണ്ട് 3 ദിവസം കൊണ്ട് തന്നെ സിനിമ 50 കോടിക്ക് മുകളിലേക്ക് എത്തിയെന്നാണ് കളക്ഷൻ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന ഒരു റിപ്പോർട്ട്. നമ്മളിപ്പോൾ ഈ സിനിമയുടെ ഒരു ബുക്കിംഗ് സ്റ്റാറ്റസ് നമ്മൾ ബുക്ക് മൈ ഷോയിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ഖലീഫ എന്ന സിനിമയ്ക്ക് ശോകമായിട്ടുള്ളൊരു ബുക്കിംഗ്, അതായത് എവിടെയും ഒരു ഷോ പോലും ഫുള്ളാകാത്ത രീതിയിലുള്ള ഒരു സ്റ്റാറ്റസ് ആണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമ, ഈ സിനിമയ്ക്ക് ഓൾ കേരളയിൽ തന്നെ ഗംഭീര ബുക്കിംഗ് ആണ് ഈ ഞായറാഴ്ച ദിവസം ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ആശീർവാദ് തിയേറ്ററിൽ പോലും ഫുൾ ഷോയിലാണ് ഞായറാഴ്ചത്തെ ഒരു സ്റ്റാറ്റസ് ബുക്ക് മൈ ഷോയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് ഓണം റിലീസായിട്ട് എത്തിയ 2 സിനിമകൾ, ഈ 2 സിനിമയിൽ ബത്ലഹേം കുടുംബ യൂണിറ്റ് ആണ് കളക്ഷനിലും പ്രേക്ഷക അഭിപ്രായത്തിലും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ. ഇനി നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് റോക്കിൻ സ്റ്റാർ യാഷ് നായകനായിട്ടെത്തുന്ന ടോക്സിക് എന്ന സിനിമ 26-ാം തീയതി തിരുവോണത്തിൻ്റെ അന്നാണ് സിനിമ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുന്നത്. കാണാനായിട്ടുള്ള ഒരു കട്ട വെയിറ്റിങ്ങിലാണ്. സെപ്റ്റംബർ 3-ാം തീയതിയാണ് ദുൽഖർ സൽമാൻ നായകനായിട്ടെത്തുന്ന പാൻ ഇന്ത്യൻ സിനിമ ഐ ആം ഗെയിം തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുന്നത്. അതും കാണാനായിട്ടുള്ള ഒരു കട്ട വെയിറ്റിങ്ങിലാണ്. ഖലീഫയും ഐ ആം ഗെയിമും ക്ലാഷ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തുമെന്നൊക്കെയായിരുന്നു ആദ്യം വന്നൊരു വാർത്ത. എന്നാൽ പിന്നീട് അതിൻ്റെ റിലീസിങ് പോസ്റ്റ്പോൺ ചെയ്തിരുന്നു. ആ റിലീസിങ് പോസ്റ്റ്പോൺ ചെയ്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലും ചില നടന്മാർ ആരാധകർ വന്നിട്ട് പറഞ്ഞത് ഖലീഫയെ പേടിച്ചിട്ടാണ് ഈ സിനിമ റിലീസിങ് മാറ്റിവെച്ചതെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരൊക്കെ കമൻ്റ് ഇട്ടിരുന്നു. നമുക്ക് വെയിറ്റ് ചെയ്യാം 3-ാം തീയതി ഇനി എന്തായിരിക്കും ഐ ആം ഗെയിം എന്നുള്ളത്. എന്തായാലും ഓണം ചിത്രമായിട്ട് കുടുംബ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് വെച്ചത് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയാണ്. തിയേറ്ററിലൊക്കെ വൻ തിരക്ക് തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ സിനിമയ്ക്ക് ഗംഭീര കളക്ഷൻ തന്നെയായിരിക്കും. 100 കോടിക്ക് മുകളിൽ, ഏകദേശം ഒരു 200 കോടിക്ക് മുകളിലൊക്കെ ഈ സിനിമ നേടുമെന്നാണ് ഇപ്പോൾ ഈ ഒരു കളക്ഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഈ 2 സിനിമ കണ്ടവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു സിനിമ വിശേഷമായിട്ട്. അതുവരേക്കും എല്ലാവർക്കും ബൈ.